നമസ്കാരം. ഒടുവിൽ ഇറാന്റെ അബാബീൽ പക്ഷികൾ വാഷിംഗ്ടണിന് മുകളിൽ വട്ടമിട്ട് പറക്കുകയാണ്. അമേരിക്ക ആകെ പരിഭ്രമിച്ചിരിക്കുകയാണ്. അമേരിക്കയുടെ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്ത്, അതുപോലെ തന്നെ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ, ഈ രണ്ടുപേരും താമസിച്ചിരുന്ന കെട്ടിടങ്ങളൊക്കെ ഉള്ള ഒരു പ്രദേശത്തിന് മുകളിലൂടെയാണ് ഇവിടെ ഇറാന്റെ അബാബീൽ പക്ഷികൾ വട്ടമിട്ട് പറന്നിരിക്കുന്നത്. എന്തായാലും ഇത് ഇറാന്റേത് തന്നെയാണ് എന്നൊന്നും അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. എന്നാൽ ഇറാൻ അമേരിക്കയെ ആക്രമിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള ഒരു മുന്നറിയിപ്പ് അമേരിക്കയിലെ അന്വേഷണ ഏജൻസിയായിട്ടുള്ള FBI അമേരിക്കൻ പോലീസിന് കൊടുത്തിരുന്നു. പോലീസ് അതിന്റെ ഭാഗമായി ചില മുൻകരുതലുകളൊക്കെ സ്വീകരിച്ചിരുന്നു. കാലിഫോർണിയ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യത എന്നായിരുന്നു FBIയുടെ മുന്നറിയിപ്പ്. ഇവിടെ ഒരു കടൽ തീരത്ത്, അമേരിക്കയുമായി ബന്ധപ്പെട്ട ഒരു കടൽ തീരത്ത് കിടക്കുന്ന കപ്പലിൽ നിന്ന് കാലിഫോർണിയയിലേക്ക് ഡ്രോണുകൾ വിക്ഷേപിക്കാനുള്ള സാധ്യതയുണ്ട് എന്നായിരുന്നു പറഞ്ഞിരുന്നത്. കാലിഫോർണിയൻ ഗവർണർ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഭയപ്പെടേണ്ടതില്ല, പേടിക്കുകയൊന്നും വേണ്ട എന്നും പറഞ്ഞിരുന്നു. എന്തായാലും ഇപ്പോൾ കാലിഫോർണിയയല്ല ലക്ഷ്യം വെച്ചിരിക്കുന്നത്, വാഷിംഗ്ടണിനെ തന്നെയാണ്. വാഷിംഗ്ടണിലെ വളരെ പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു പ്രദേശത്താണ് ഡ്രോണുകൾ വട്ടമിട്ട് പറന്നത്. എന്തായാലും ഈ ഡ്രോണുകൾ പിന്നീട് അപ്രത്യക്ഷമായി എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. ഈ മാർക്കോ റൂബിയോയെയും അതുപോലെ തന്നെ പീറ്റ് ഹെഗ്സെത്തിനെയും ഒക്കെ അവിടെ നിന്ന് മാറ്റി താമസിപ്പിച്ചിരിക്കുന്നു. എന്തായാലും ഇവിടെ ഇറാന്റെ അബാബീൽ പക്ഷികൾ തന്നെയാണ് ഇത്തരത്തിലൊരു നീക്കം നടത്തിയത് എന്നാണ് പല പ്രമുഖരും ഇപ്പോൾ പറയുന്നത്. എന്തായാലും ഇറാൻ മാത്രമായിരിക്കാനുള്ള സാധ്യതയില്ല. അമേരിക്കയെ പലരും നോട്ടമിട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. പാകിസ്ഥാനും ചൈനയും ഒക്കെ അമേരിക്കയിലേക്ക് നേരിട്ട് വിക്ഷേപിക്കാൻ കഴിയുന്ന ആണവ മിസൈലുകൾ വികസിപ്പിക്കുന്നു എന്ന ഒരു വിവരം പുറത്തു വരുന്നു. ഉത്തര കൊറിയയുടെ പക്കൽ നേരത്തെ തന്നെ അത്തരത്തിലുള്ള മിസൈലുകൾ ഉണ്ട് എന്ന വിവരം അതും നേരത്തെ പുറത്തു വന്നതാണ്. ഇപ്പോൾ പാകിസ്ഥാനും ചൈനയും ഈ പരീക്ഷണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് മുന്നോട്ട് പോയിരിക്കുന്നു. വേറെയും ചില രാജ്യങ്ങൾ അവരുടെ പരീക്ഷണശാലകളിൽ അമേരിക്കയിലേക്ക് എത്തുന്ന ആണവ മിസൈലുമായി ബന്ധപ്പെട്ടുള്ള നീക്കങ്ങൾ അവർ ഊർജിതമാക്കിയിരിക്കുന്നു എന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. ഒരു അവസരം കിട്ടുമ്പോൾ പരമാവധി ആ അവസരം ഉപയോഗിക്കാൻ തന്നെ ചില രാജ്യങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു. കാരണം ഈ അഹങ്കാരികളെ കൊണ്ട് പലരും തോറ്റിരിക്കുന്നു. ഇനിയും വച്ചു പൊറിപ്പിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു നിലപാട് പലരും സ്വീകരിച്ചിരിക്കുന്നു. ഇറാന്റെ പക്കൽ നിന്ന് അമേരിക്കക്ക് കണക്കിന് കിട്ടിയപ്പോൾ അമേരിക്ക എന്ന് പറയുന്നത് ഊതി വീർപ്പിച്ച ഒരു ബലൂണാണ് എന്നുള്ളത് പലർക്കും മനസ്സിലാക്കാനായി. പലർക്കും ഇവിടെ ധൈര്യപൂർവ്വം അമേരിക്കയെ ആക്രമിക്കാനുള്ള ഒരു ആത്മവിശ്വാസം അവർക്ക് കിട്ടിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായി മറ്റേതെങ്കിലും രാജ്യങ്ങൾ നീക്കങ്ങൾ നടത്തുന്നുണ്ടോ എന്ന കാര്യം പറയാൻ കഴിയില്ല. എന്തായാലും ഇറാൻ ആക്രമിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു വിവരമാണ് FBI ഇവിടെ അമേരിക്കൻ പോലീസിന് കൊടുത്തിരിക്കുന്നത്. എന്തായാലും അത് ഇപ്പോൾ സംഭവിച്ചിരിക്കുകയാണ്. ഈ യുദ്ധം തുടങ്ങിയ സമയം മുതൽക്കേ ഇറാന്റെ ഡ്രോണുകൾ ചർച്ചയാണ്. ഈ യുദ്ധത്തിലെ താരം ഇറാന്റെ ഡ്രോൺ തന്നെയാണ്. അമേരിക്കയുടെ പേര് കേട്ട പടക്കപ്പലുകൾ 2 വന്നു. 2 ഏറെക്കുറെ പരിപാടി അവസാനിപ്പിച്ച് ഇപ്പോൾ പോയിരിക്കുകയാണ്. പുതിയ കപ്പലുമായി അമേരിക്ക ഇറങ്ങിയിട്ടുണ്ട് എന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട്. എന്നാൽ ഇവരുടെ മിസൈലുകളും അതുപോലെ തന്നെ ഇവരുടെ യുദ്ധവിമാനങ്ങളും അതുപോലെ യുദ്ധക്കപ്പലുകളും ഒന്നുമല്ല ഈ യുദ്ധത്തിലെ താരം. ഇറാന്റെ ഷഹദ് ഡ്രോൺ തന്നെയാണ്. വളരെ ചെറിയ വിലക്ക്, വളരെ തുച്ഛമായ ചെലവിൽ ഉണ്ടാക്കുന്ന ഈ ഡ്രോൺ ലക്ഷ്യത്തിലെത്താൻ കഴിയുന്നു. അതുപോലെ തന്നെ ഇതിനെ പ്രതിരോധിക്കാൻ അമേരിക്കക്ക് വലിയ തുക ചെലവഴിക്കേണ്ടി വരുന്നു. ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും പ്രതിരോധ മിസൈലുകളൊക്കെ തീർന്നിരിക്കുന്നു. ഇനി അത് കണ്ടെത്താൻ കൂടുതൽ പണം ചെലവഴിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അമേരിക്കയെയും അതുപോലെ തന്നെ ഇസ്രായേലിനെയും സാമ്പത്തികമായി തകർക്കുന്ന കാര്യത്തിലും കൂട്ടത്തോടുകൂടെ കടന്നലുകൾ പറന്നു ചെല്ലുന്നത് പോലെ കൂട്ടത്തോടെ കൂടെ ചെന്ന് ആക്രമിക്കാനുള്ള ശേഷിയെക്കുറിച്ചുമൊക്കെ വലിയ വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ യുദ്ധത്തിലെ താരം എന്ന് പറയുന്നത് ഇറാന്റെ ഷഹദ് ഡ്രോൺ ആണ്. ഒരിക്കൽ കൂടെ ഇറാന്റെ ഷഹദ് ഡ്രോൺ ചർച്ചയാവുകയാണ്. ഇവിടെ ചാവേർ ഡ്രോൺ ചർച്ചയാവുകയാണ്. അതായത് വാഷിംഗ്ടണിന് മുകളിലൂടെ കൂടെ ഇപ്പോൾ ഇറാന്റെ ഡ്രോണുകൾ, അല്ലെങ്കിൽ അമേരിക്കയുടെ ശത്രുപക്ഷത്ത് നിൽക്കുന്ന രാജ്യങ്ങളുടെ ഡ്രോണുകൾ വട്ടമിട്ട് പറന്നിരിക്കുന്നു. പ്രത്യേകിച്ച് റഷ്യയുടെ ഒരുപാട് സഹായങ്ങൾ ഇപ്പോൾ ഇറാന് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. കൃത്യമായി കാര്യങ്ങൾ നിരീക്ഷിക്കാനും അതുപോലെ തന്നെ ശത്രുവിനെ ലൊക്കേറ്റ് ചെയ്യാനും ഒക്കെ കഴിയുന്ന സംവിധാനങ്ങൾ, സഹായങ്ങൾ റഷ്യ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഈ പ്രത്യേക സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു വാർത്ത പുറത്തു വരുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്.